നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊരിന്ത്യ ലേഖനം അതിൻ്റെ 8-ാം അധ്യായമാണ് ചിന്തിച്ചത്. 8, 9, 10 വാക്യങ്ങൾ തുടർമാനമായി ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടാണ് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം വിഗ്രഹാർപ്പിതം കഴിക്കാമോ, വിഗ്രഹാർപ്പിതത്തോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പൗലോസ് ഈ 8, 9, 10 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ, നമുക്കെല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. ഈ ഭാഗങ്ങളില് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഗ്രേ ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയാതെ തുടർന്ന് ഉള്ള 3 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ 77 വാക്യങ്ങളിലായിട്ട് പൗലോസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വിഷയം മാത്രം അഡ്രസ്സ് ചെയ്യാതെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ കൂടെ അഡ്രസ്സ് ചെയ്ത് നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയം പലപ്പോഴും ഒരു നേർത്ത ലൈനാണ്. വളരെ വളരെ മൈന്യൂട്ടായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് അപ്രോച്ചിലാണ് ഈ കാര്യങ്ങളൊക്കെ പൗലോസ് പഠിപ്പിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ചില കാര്യങ്ങളിൽ വർജിക്കുവാനായിട്ടും എന്നാൽ ചില കാര്യങ്ങളിൽ എല്ലാം സ്നേഹത്തോടുകൂടെ ചെയ്യണം എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ 8-ാം അധ്യായം കഴിഞ്ഞ് 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ 8-ാം അധ്യായത്തിന് ശേഷം ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് ഞാൻ 10-ാം അധ്യായം എടുത്തിട്ട് അതിനുശേഷം 9-ാം അധ്യായം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ 8-ന് ശേഷം 10-ാം അധ്യായം എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു 4 ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഇസ്രായേലിന്റെ കുറച്ച് വാർണിംഗ് എക്സാമ്പിൾസ് പഴയ നിയമത്തിൽ നിന്ന് പൗലോസ് എടുത്ത് കാണിക്കുന്നു. 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഫ്ലീ ഫ്രം ഐഡോളട്രി ആൻഡ് ലോർഡ്സ് ടേബിൾ. 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ 5 സിൻ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്ത്യൻ ലിബർട്ടി ആൻഡ് ലവ്. ഈ ഒരു 4 വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ പൗലോസ് അഡ്രസ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു സമ്മ് അതിൻ്റെ അവസാന 31, 33 വാക്യങ്ങളിലാണ് ഇത് കാണുന്നത്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിൻ്റെ ആൻസർ അത്ര സിമ്പിളായിട്ടല്ല പൗലോസ് പറയുന്നത്. അതിനകത്ത് പല കാര്യങ്ങളും കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവസാനം താൻ ഇതിനെല്ലാം കൺക്ലൂഡ് ചെയ്തിട്ട് 31 മുതലുള്ള വാക്യങ്ങളിൽ താൻ ഈ വിഷയത്തെക്കുറിച്ച് തൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതാദ്യം കഴിഞ്ഞ ആഴ്ച 8-ാം അധ്യായത്തിന്റെ അവസാന വാക്യം കൂടെ ഒന്ന് വായിച്ചോ, അതിനെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് പോകാം. ആകയാൽ ആഹാരം എൻ്റെ സഹോദരൻ ഇടർച്ചയായി തീരുമെങ്കിൽ എൻ്റെ സഹോദരൻ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. പൗലോസ് എടുത്ത വലിയൊരു തീരുമാനം കഴിഞ്ഞ ആഴ്ച നാം അത് ചിന്തിച്ചു. അതുകൊണ്ട് തുടർച്ച് അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ബോൾഡായിട്ടുള്ളൊരു തീരുമാനം പൗലോസ് എടുക്കുവാനായിട്ടിടയായി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫ്രീഡത്തെ കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ക്രിസ്തീയ ഫ്രീഡം എനിക്ക് ആ കാര്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ തീരുമാനം എടുക്കുന്നത് സഹോദരന് ഇടർച്ചയാകുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല. ഈ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴേ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടെ പോൾ തുടക്കത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന ഐ ഡു നോട്ട് വാണ്ട് യു ടു ബി അൺഅവെയർ. കാര്യം നമ്മുടെ ഫാദേഴ്സിന്റെ കാര്യം വെർ അണ്ടർ ദ ക്ലൗഡ് ഓൾ പാസ് ത്രൂ ദ സീ. ഇപ്പൊ പോൾ ഇസ്രായേലിന്റെ ചരിത്രം പോൾ ഇവിടെ നിരത്തുകയാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ ആ വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം ഇസ്രായേൽ ജനം എങ്ങനെയായിരുന്നു. അവർ മേഘത്തിന്റെ കീഴിലായിരുന്നു, ദൈവിക പ്രൊട്ടക്ഷനിലായിരുന്നു, ദൈവത്തിന്റെ കൃപയിലായിരുന്നു. അവർ
ചെങ്കടല് കടന്നു, അങ്ങേക്കരയിലെത്തി. ഇതൊക്കെ സ്നാനത്തിന് മുൻകുറിയായിട്ട് എന്നുള്ള കാര്യമൊക്കെ നാം പഠിക്കുന്നുണ്ട്. ഒരു സ്പിരിച്വൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി നാം ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, പഴയ നിയമത്തില് ഇസ്രായേൽ ജനം ചെങ്കടല് കടന്നു മേഘത്തിന്റെ കീഴിലായിരുന്നു അവരെ യാത്ര ചെയ്തതുപോലെ, ദൈവിക പ്രൊട്ടക്ഷനിൽ യാത്ര ചെയ്തതുപോലെ പുതിയ നിയമ വിശ്വാസികളാകുന്ന നാമും കൊരിന്ത്യ സഭയും അവരെക്കുറിച്ച് പറയുന്നു. നിങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെട്ട് ദൈവത്തിന്റെ ആ കൃപയില് നിങ്ങൾ ആയിരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ ചർച്ച് മെമ്പർഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോളി കമ്മ്യൂണിയനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാപ്റ്റിസമോ ഡു നോട്ട് ഓട്ടോമാറ്റിക്കലി ഗ്യാരണ്ടി ദ സാൽവേഷൻ. അപ്പൊ ഈ ഒരു കാര്യം പൗലോസ് വളരെ വ്യക്തമായിട്ട് അവരെ പഠിപ്പിക്കുകയാണ്. കാര്യം നിങ്ങൾക്ക് ഫ്രീഡം എന്നുള്ളൊരു വിഷയത്തിനോട് അനുബന്ധിച്ചാണല്ലോ ഇതെല്ലാം ചിന്തിച്ചു വരുന്നത്. നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു ഈഗോ നിങ്ങളുടെ അകത്തിരിക്കുമ്പോൾ പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ പിതാക്കന്മാര് മരുഭൂമിയിൽ നശിച്ചു പോയ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അതുപോലെ തന്നെയാണ് നാമും ഈ രക്ഷയും സ്നാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ട് നമ്മൾ അവിടെ ചെല്ലുമെന്നുള്ള ഒരു ഗ്യാരണ്ടീഡ് സാൽവേഷൻ നമുക്ക് ഒരിക്കലും നൽകുന്നില്ല. 3 മെയിനായിട്ടുള്ളൊരു പോയിന്റ്സ് ഈ അധ്യായങ്ങളിൽ തുടർമാനമായിട്ട് ചിന്തിച്ചാൽ, ഒന്ന് കാണുന്നത് നമുക്ക് കിട്ടിയ പ്രിവിലേജസ് ആർ നോട്ട് ഗ്യാരണ്ടീഡ് സക്സസ്. നമുക്ക് ഒരുപാട് പ്രിവിലേജസ് ദൈവം തരുന്നുണ്ട്. ദൈവത്തിന്റെ കൃപയിലാണ്, ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിലാണ് നാം. എങ്കിലും നാം ചില കാര്യങ്ങളിൽ വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അത് ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഭയത്തോടെ നാം നമ്മുടെ ജീവിതം ഓരോ ദിവസങ്ങളും കഴിയണമെന്നുള്ളൊരു കാര്യം. ഭയമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലോകത്തെക്കുറിച്ചുള്ളൊരു ഭയമല്ല, ആ ദൈവിക ഭയത്തിൽ ഓരോ ദിവസവും, ആ ഒരു റെബറൻസിൽ നാം ഓരോ ദിവസവും കഴിയണമെന്നുള്ളൊരു കാര്യം നാം മറന്നു പോകരുത്. രണ്ടാമത് ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഗുഡ് ബിഗിനിങ്സ് ഡസ് നോട്ട് ഗ്യാരണ്ടീഡ് ഗുഡ് എൻഡ്. നാം വേദപുസ്തകം വായിച്ചു നോക്കുമ്പോൾ പല കഥാപാത്രങ്ങളെയും കുറിച്ച് നാം പഠിക്കാറുണ്ട്. അപ്പം പലരുടെയും ജീവിതത്തിലെ തുടക്കം അത്ര നല്ലതായിരിക്കത്തില്ല, പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ എൻഡ് വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു എൻഡ് അവർക്കൊക്കെ ലഭിച്ചതായിട്ട് നമുക്ക് കാണാം. പലരുടെ ജീവിതത്തിലും തുടക്കം വളരെ നന്നായിരിക്കും, പക്ഷേ അതിൻ്റെ എൻഡ് അത്ര സുഖമായിരിക്കത്തില്ല. അപ്പോൾ അത് ഒരുപാട് എക്സാമ്പിൾസ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് പൗലോസ് ഇവിടെ പിന്നെയും ഇവരെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പ്രിവിലേജസ് ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ വന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സത്യം അറിയുവാനായിട്ടും കർത്താവിനെ ഫോളോ ചെയ്യുവാനായിട്ടും ഒക്കെ നിങ്ങൾക്ക് അവസരം ലഭിച്ചപ്പോൾ നിങ്ങൾക്ക് അതിനോട് ഒപ്പം ഒരുപാട് സ്വാതന്ത്ര്യവും ലഭിച്ചു. നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം ഒരിക്കലും നിങ്ങളത് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്ത് എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ അകത്ത് നിന്ന് മാറണം എന്നുള്ളതാണ് ഈ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതാണ്, I do not want you to be unaware, brother, that our fathers were under the cloud and all passed through the sea. എന്നിട്ട് രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, and all were baptized into Moses in the cloud and in the sea. അപ്പൊ ഇതൊരു ഇസ്രായേലിന്റെ എക്സ്പീരിയൻസ് ആണ്. അവര് മേഘത്തിലൂടെ കടന്നതും മേഘത്തിന്റെ കീഴിലായിരുന്നതും സമുദ്രത്തിലൂടെ കടന്നതും ഒക്കെ ഇത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ബാപ്റ്റിസത്തിനോട് ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യുവാനായിട്ട് കഴിയും. പക്ഷെ ഇതൊന്നും അവർ ദൈവവുമായിട്ടൊരു കവനൻ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. മോസസ് ആയിരുന്നു അവരുടെ ഒരു കവനൻ മീഡിയേറ്റർ ആൻഡ് ലീഡർ. നമ്മുടെ കവനൻ മീഡിയേറ്റർ യേശുക്രിസ്തുവാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പൗലോസ് ഒരു കേസ് സ്റ്റഡി പോലെയാണ് ഇവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നും പല കമ്പനികളിലും ഒക്കെ നമ്മൾ കേസ് സ്റ്റഡി നടത്താറുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ പരാജയങ്ങളെ അത് സ്റ്റഡി ചെയ്ത് അതൊരു കേസായിട്ട് അവതരിപ്പിക്കാറുണ്ട്. അപ്പം നമ്മളത് ആ അബദ്ധം പിന്നെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതാണ് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. The right ceremony is not guarantee for a perseverance.
അവർ ഈ സെറിമണിയിലൂടെ ഒക്കെ അവർ കടന്നു പോയതാ, പക്ഷെ അതൊന്നും ഒരിക്കലും അവരുടെ ജീവിതത്തിലെ ഒരു ഡെലിവറൻസിനെ ഗ്യാരണ്ടീഡ് കൊടുക്കുന്നില്ല. മൂന്നാമത്തെ വാക്യം, 3-4 വാക്യങ്ങളൊന്ന് വായിക്കാം. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. Praise the Lord. ഇവിടെ പൗലോസ് ക്രിസ്തു എന്ന റോക്ക് വാസ് ക്രൈസ്റ്റ്. പോൾസ് മേക്സ് ദാറ്റ് അസ്റ്റോണിഷിംഗ് ക്രിസ്റ്റോളജിക്കൽ ക്ലെയിം. ഇതൊരു യേശുക്രിസ്തു വരുന്നതിന് മുമ്പിട്ട് പ്രീ ഇൻകാർണേറ്റ് ക്രൈസ്റ്റ് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പൊ ക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ അവരെ ഫോളോ ചെയ്ത പാറ ക്രിസ്തുവായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും എബ്രായ ലേഖനം 1-2 ഇത് രണ്ടും നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ ഉള്ള വാക്യങ്ങൾ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എബ്രായ ലേഖനം 1-2. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. പ്രൈസ് ഗോഡ്. അപ്പൊ ഇത് ക്രിസ്തുവിനെ കാണിക്കുന്നു. ആദ്യമേ ക്രിസ്തു ആണ് അവരെ ഫോളോ ചെയ്തത്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സൈഡിലോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ കമ്മ്യൂണിയനും ബാപ്റ്റിസവും ലൈക്ക് എ സ്പിരിച്വൽ പോയിന്റിങ് ടു ക്രൈസ്റ്റ്. അതിൻ്റെ അടുത്ത വാക്യം, അതിൻ്റെ 5-ാമത്തെ വാക്യം, nevertheless the most of them was not pleased, for they were overthrown into wilderness. ഇതെല്ലാം പറഞ്ഞിട്ട് പൗലോസ് അതിൻ്റെ റെഫറൻസ് ഒക്കെ നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് കഴിയും. നമ്പേഴ്സ് 14:22-29-30 നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ ആണെങ്കിലും അവിടെ പറയുന്നു, ഇവരൊക്കെ ആണെങ്കിലും വളരെ കുറച്ചു ഭാഗം ആൾക്കാർ മാത്രമേ രക്ഷപ്പെടുവാനായിട്ട് ഇടയായുള്ളൂ. ഈ കുറച്ചു പേരെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുറെ പേര് രക്ഷപ്പെട്ടെന്ന്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന കുറച്ച് പേര് പ്രസാദിച്ചെന്ന. എന്നാൽ 6 ലക്ഷം പേരോളം വരുന്ന ആൾക്കാർ, ആണുങ്ങൾ തന്നെ 6 ലക്ഷത്തോളം വരുന്ന ആ കൂട്ടത്തില് 2 പേര് മാത്രമേ കനാൻ ദേശം അവകാശമാക്കുവാനായിട്ട് ഇടയായുള്ളൂ. അപ്പൊ എത്ര സീരിയസ് ആയ ഒരു കേസാണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. പൗലോസ് ഇതാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ഇത്രയും പേര് ഈ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്ന് അവർ കുടിച്ചു. ആ പാറ ക്രിസ്തുവായിരുന്നു. അവരൊരേ ആത്മീയ ആഹാരം തിന്നു, അവർ മേഘത്തിന്റെ കീഴിലായിരുന്നു, അവര് സമുദ്രം കടന്നു. ഇതെല്ലാം ഇന്ന് പുതിയ നിയമ വിശ്വാസികളായിട്ടുള്ള രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട നമ്മോട് ഇതെല്ലാം ഒക്കുന്നു. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും ഒരു കാര്യം അവിടെ പറയുന്നു, ആ ലക്ഷ്യത്തിലെത്തിയത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതൊരിക്കലും നാം മറന്നു പോകരുത്. അതാണ് ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സിൽ പോള് അവിടെ കൊണ്ട് നിർത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു. അപ്പം ഇത് നമുക്ക് വലിയൊരു മുന്നറിയിപ്പായിട്ടാണ് പൗലോസ് പറയുന്നത്. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ അത് 5 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലും ക്രിസ്തീയ ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പലപ്പോഴും വിചാരിക്കും, ഓക്കെ എൻ്റെ രക്ഷ ഗ്യാരണ്ടീഡ് ആണ്, രക്ഷ നഷ്ടപ്പെടുന്നില്ല. പക്ഷെ അത് രക്ഷ ഒരിക്കലും ഗ്യാരണ്ടീഡ് ആകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാം. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു. ദ ഫസ്റ്റ് വാർണിംഗ് എന്ന് പറഞ്ഞാൽ ക്രേവിങ് ഈവിൾ, ആറ്റിറ്റ്യൂഡ് ഓഫ് ഹാർട്ട് ബിഫോർ ദ ആക്ട്. നാം പലപ്പോഴും ഈ പ്രവൃത്തികളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഈ പ്രവൃത്തികൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു ക്രേവ് ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന ആഗ്രഹങ്ങളുണ്ട്.
മോഹിച്ചത് കൊണ്ട് നാം ദുർമോഹികളാകുന്നത് കൊണ്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. എന്നാൽ ചർച്ചിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലാണെങ്കിലും നാം കാണുന്ന വിസിബിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നാം ഇതിനോട് റിയാക്ട് ചെയ്യുന്നത്. അയ്യോ, അത് തെറ്റായിപ്പോയല്ലോ, ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ദൈവസഭയിൽ നടക്കുമോ എന്നൊക്കെ നമുക്കിങ്ങനെ ചിന്ത വരും. പക്ഷെ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടാണെന്ന് ചോദിച്ചാൽ പൗലോസ് പറയുന്നു, ഇതെല്ലാം നിങ്ങളുടെ മോഹത്തിൽ നിന്നാണ്. ഈവിൾ ഡിസയേഴ്സ്, അതാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഈ പൗലോസ് പറയാണ്, ഈ 6 ലക്ഷത്തിലധികം ആണുങ്ങൾ മാത്രം ഉള്ള ഒരു വലിയ കൂട്ടം, ഒരുപക്ഷെ 10-25 ലക്ഷം പേരുണ്ടായിരിക്കാം, ആ കൂട്ടത്തിൽ നിന്ന് 2 പേര് മാത്രം രക്ഷപ്പെട്ടു എങ്കിൽ അത് വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. അതിൻ്റെ 50% അല്ല പോയത്, അതിൻ്റെ 99.9999% ആൾക്കാർ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ എത്ര സീരിയസ് ആയിട്ട് ജീവിതത്തിനെ എത്ര കെയർഫുള്ളായിട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകണമെന്നുള്ളതിൻ്റെ കാര്യമാണ് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ, അതിലെ മെയിനായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഹൃദയമാണ്. മോഹം അത് ഹൃദയത്തിലാണല്ലോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കുക. ഇവരെ കമ്പയർ ചെയ്തിട്ട് കൊരിന്ത്യ സഭയോട് പറയാണ്, നിങ്ങൾ ദുർമോഹികൾ ആകാതിരിക്കുക. 7-ാമത്തെ വാക്യം, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കുളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. ഇത് പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. അതൊന്ന് വായിക്കാം. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ. പിറ്റന്നാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന യാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കുളിപ്പാൻ എഴുന്നേറ്റു. പ്രൈസ് ലോർഡ്. അതൊരു ഫ്രേസ് ആയിട്ട് അവിടെ പറയുകയാണ്. ജനം they ate and they drank. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നിട്ട് അവര് കളിപ്പാൻ എഴുന്നേറ്റു. റോസ് അപ്പ് ടു പ്ലേ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32-ാം അധ്യായത്തിന്റെ ആ തുടക്കം മുതലൊന്ന് വായിച്ചേ. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നുവെന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുന്നിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ കുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവേൻ എന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞ ആ ഒരു വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം ഈ കാളക്കുട്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിക്കുമായിരുന്നു, ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി മോശ ഇല്ലാഞ്ഞുകൊണ്ട് ഇവരൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇവർ പറയുകയാണ്, ഇനിയും ഇവിടുന്ന് ഈ കാളക്കുട്ടിയാണ് ഞങ്ങളെ നടത്തുന്നതെന്ന് പറഞ്ഞാലും നമുക്കതിനകത്തൊരു ലോജിക്കുണ്ട്. ഇത്രയും അത്ഭുതങ്ങൾ കണ്ട് ഈ പോയിന്റിൽ വരെ എത്തിയ ജനം, ഈ ഇസ്രായേൽ ചെങ്കടൽ കടന്ന് ഇവിടെ വന്ന് മോശയിലൂടെ ചെയ്ത അത്ഭുതങ്ങളെല്ലാം കണ്ട ഈ ജനം, അതിനുശേഷം വലിയൊരു വർഷിപ്പും ഒക്കെ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർ പറയാണ്, ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്നത് ഈ കാളക്കുട്ടിയാണെന്ന്. അപ്പോൾ അവരുണ്ടാക്കിയ ഒരു കാളക്കുട്ടിയാണ് അവർ പറയാണ്, ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്നത് ഈ കാളക്കുട്ടിയാണെന്ന്. ഇത് പുതിയ നിയമവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പലരുടെയും ലൈഫിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങ് മറന്നു പോകാറുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടതിന് നമ്മൾ ആ സമയത്ത് പറയുകയാണ്, ഈ കാളക്കുട്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ദൈവം നമുക്ക് തന്ന അനുഗ്രഹമാണ്, ഈ ബ്ലെസ്സിങ് ആണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത് എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും പുതിയ നിയമ വിശ്വാസികൾക്കും വരാറുണ്ട്. അതിന് തുടർന്ന് ഒന്ന് വായിച്ചോ. അഹരോൻ അത് കണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു.
പിറ്റന്നാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാനയാഗങ്ങൾ അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. ഇതിനകത്തും എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ സംഭവമൊക്കെ നടക്കുന്നു കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിന് ശേഷവും ഇവിടെ അഹറോൻ പറയാണ് യഹോവയ്ക്കൊരു യാഗം കഴിക്കണം. അവർ രാവിലെ എണ്ണീറ്റ് ആ യാഗവും കഴിച്ചു. അപ്പൊ ഈ പലപ്പോഴും ഇത് രണ്ടും കൂടെ അങ്ങ് സംഭവിക്കുക. അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവര് ദൈവത്തെ ആരാധിപ്പാനായിട്ട് വന്ന ഒരു ജനം, ഇവിടെ പറയുന്നു അവർ കഴിപ്പാനായിട്ട് ഇരുന്ന ജനം കളിപ്പാനായിട്ട് എണ്ണീറ്റു എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വന്ന ഒരു ജനം അത് വിട്ടിട്ട് ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കുവാനായിട്ടും അതിൻ്റെ മുമ്പിൽ കിടന്ന് ഡാൻസ് ചെയ്യുവാനായിട്ട് ഇടയായി. പുതിയ നിയമസഭയിലും ഇത് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ പലപ്പോഴും ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ഒരു താല്പര്യത്തില്ല, പക്ഷെ ഈ ആരാധനയ്ക്കകത്ത് ഇങ്ങനെയുള്ള ചില വിഗ്രഹമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐഡോളട്രി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആരാധനയിൽ കടന്നുകൂടി. ഹല്ലേലൂയ. ഇതൊരു എന്താ പറഞ്ഞേ, ഐഡോളട്രി ഈസ് നെവർ ജസ്റ്റ് ആൻ അബ്സ്ട്രാക്ട് ഓഫ് തിയോളജിക്കൽ പ്രോബ്ലം, ഇറ്റ് ഈസ് ഓൾവേസ് മാനിഫെസ്റ്റ് ഇൻ ബിഹേവിയർ. അപ്പൊ ഇത് ഒരു തിയോളജി മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. ഇത് ഇവരെ എന്തോത്തിലേക്ക് നയിച്ചു? ഇവരെ ഐഡോളട്രിയിലേക്കും അല്ലെങ്കിൽ ഇവരുടെ ഇമ്മോറൽ ബിഹേവിയറിലേക്കും ഒക്കെ ഇത് നയിക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം. നിങ്ങളുടെ ഹൃദയത്തിലെ മറ്റു ചിന്തകൾ, ഹൃദയത്തിലെ മോഹങ്ങൾ നിങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റുവാനായിട്ട് ഇടയാകും. നിങ്ങളുടെ ദുർമോഹം, നിങ്ങൾ ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ, നിങ്ങൾ എത്ര വിശ്വാസിയാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറുന്ന ദുർമോഹം, അതൊരു പക്ഷേ പൈസയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ മോഹങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ മോഹങ്ങളായിരിക്കാം. പക്ഷെ ഇതൊക്കെ നിങ്ങളെ വീഴ്ത്തിച്ച് കളയുവാനായിട്ട് ഇടയാകും, ലക്ഷ്യസ്ഥലത്തുനിന്ന് തെറ്റിച്ച് കളയുവാനായിട്ട് കാരണമായി തീരും. വിഗ്രഹാത്ഭുതത്തെക്കുറിച്ചാണ് പറയുന്നത് എങ്കിലും ഇതെല്ലാം ഇതിനകത്ത് ഓരോരോ ഫാക്ടറാണ്. ഇതെല്ലാം നിങ്ങളെ വിഗ്രഹത്തിന്റെ അടുക്കിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. 8-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവരിൽ ചിലർ പരസംഗം ചെയ്തു, ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവിടെ ഇസ്രായേൽ ജനത്തിനോട് പറയുന്ന ഒരു കാര്യം, we must not indulge in sexual immorality as some of them did. ഇവിടെ പൗലോസ് 23-ന്റെ കണക്ക് 23,000 പേരുടെ കാര്യം പറയുന്നു. എന്നാൽ നമ്പേഴ്സ് സംഖ്യാപുസ്തകം 25-ന്റെ 9-ാം വാക്യത്തില് നമുക്ക് കാണാം 24,000 പേര് അന്ന് ബാൽപെയോറിൽ മരിക്കുവാനായിട്ട് ഇടയായി. അപ്പൊ ഇതിന്റെ കാരണം അവര് മോവാബൈറ്റ് വുമൻസുമായിട്ട് അവരുമായിട്ട് ചേർന്ന് ബാലിനെ വർഷിപ്പ് ചെയ്യുവാനായിട്ട് ഇടയായി. അപ്പൊ ഇത് നിങ്ങളുടെ പൗലോസ് ഈ കൊരിന്ത്യ സഭയോട് പറയാണ്, നിങ്ങളെ ദൈവം വ്യത്യസ്തരായിട്ട് വിളിച്ചതാണ്, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പോകാനായിട്ടുള്ള ആൾക്കാരല്ല. നിങ്ങളെ ദൈവം ഒരു വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു വ്യത്യസ്ത കൂട്ടമായിട്ട്, നിങ്ങൾ ജാതികളോട് ഇടകലരാത്ത ഒരു കൂട്ടമായിട്ടാണ് നിങ്ങളെ കാണുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പൗലോസ് ഈ സെക്ഷൽ ഇമ്മോറാലിറ്റി, നിങ്ങൾ ഈ അല്ലെങ്കിൽ ദൈവിക വിശ്വാസികളല്ലാത്തവരുമായിട്ടുള്ള ബന്ധങ്ങൾ, വിശേഷാൽ വിവാഹ ബന്ധങ്ങൾ, ഇതുമായിട്ടെല്ലാം റിലേറ്റഡ് ആയിട്ട് പൗലോസ് പറയും, ഇതെല്ലാം ഒരു തരത്തില് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ഐഡൽസുമായിട്ട്, വിഗ്രഹാരാധനയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരും. ഇതിന്റെയൊക്കെ വളരെ കോൺസിക്വൻസസ് പൗലോസ് ഇവിടെ ആ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ 9-ാമത്തെ വാക്യം, അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അടുത്ത ഒരു കാര്യം, ഒന്ന് ഈ പറഞ്ഞ ജാതികളോട് ഇടകലരുന്നത്, കർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്തവരോട് ചേർന്നുള്ള ബന്ധങ്ങൾ, ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, കർത്താവിൽ നിങ്ങളെ അകറ്റുന്ന ബന്ധങ്ങൾ,
മറ്റു വിഗ്രഹങ്ങളെ ആരാധിക്കുവാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ബന്ധങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമല്ല, ശാപത്തിന് കാരണമായിട്ട് തീരുവാനായിട്ട് ഇടയാകും. അതിനുശേഷം പൗലോസ് പറയുന്ന മറ്റൊരു കാര്യമാണ്, അവരിൽ ചിലർ പരീക്ഷിച്ചു സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ. വളരെ സീരിയസ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുകയാണ്, ഈ കംപ്ലൈനിങ്. അവരെന്തു ചെയ്തു? അവരെങ്ങനെയാ ദൈവത്തെ പരീക്ഷിച്ചത്? എങ്ങനെയാ? അവര് കംപ്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങി, അവർ മർമർ ചെയ്യാനായിട്ട് തുടങ്ങി, അവർ പിറുപിറുക്കാനായിട്ട് തുടങ്ങി. അതിന്റെ 10ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. നിങ്ങൾ പിറുപിറുത്ത് നശിച്ചു പോയതുപോലെ, ചിലർ പിറുപിറുത്ത് നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. അപ്പൊ ഇതൊരു ഗ്രംപ്ലിങ്. ഇത് പലപ്പോഴും നമുക്ക് തോന്നും ഇതൊരു വളരെ മൈനർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. നമ്മുടെ പേഴ്സണൽ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ പിറുപിറുക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യമായിരിക്കാം, നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടാതിരിക്കുന്നതായിരിക്കാം. പല കാര്യങ്ങളിലും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാതെ, നമ്മുടെ ഹൃദയത്തിനകത്ത് സന്തോഷമില്ലാതെ ഇരിക്കുന്ന അവസ്ഥകൾ, ഇത് പലപ്പോഴും വലിയ അതൊരു ദൈവകോപത്തിന് കാരണമായിട്ട് തീരുവാനായിട്ടിടയാകും എന്നുള്ളതാണ് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. പെർസിസ്റ്റന്റ് കംപ്ലൈൻസ് അഗൈൻസ്റ്റ് ദ ഗോഡ്സ് പ്രൊവിഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഇസ്രായേൽ ജനത്തിന്റെ അവരുടെ ആ ഒരു കഷ്ടതയിലൂടെ പോകുമ്പോൾ അവർ പലതും കണ്ടത് അവർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നില്ല. അവർ കനാൻ ദേശം വിട്ടുനോക്കാനായിട്ട് പോയപ്പോൾ ഇസ്രായേൽ ജനത്തിലെ ലീഡേഴ്സ് എല്ലാം കൂടെ, മൂപ്പന്മാരെല്ലാം കൂടെ കനാൻ ദേശം വിട്ടുവെക്കാനായിട്ട് പോയപ്പോൾ അവരവിടെ കണ്ട കാഴ്ചകൾ ഒന്നാലോചിച്ച് നോക്കണം. നമ്മുടെ ലൈഫുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. അവരവിടെ കണ്ട കാഴ്ചകൾ ഒട്ടും ഫേവറബിൾ ആയിട്ടുള്ള കാഴ്ചകളല്ല, മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അനാക്യ മല്ലന്മാരെ അവർ കണ്ടു. അവിടെ ആ ജനം വളരെ സ്ട്രോങ് ആണെന്ന് അവർ കണ്ടു. അവരാ കണ്ടത് റിപ്പോർട്ട് ഇവിടെ വന്ന് പറയുമ്പോൾ, ഇസ്രായേൽ ജനത്തോട് പറയുമ്പോൾ, അവരുടെ എല്ലാം ഹൃദയം അങ്ങ് പിന്തിരിപ്പിലേക്ക്, അല്ലെങ്കിൽ ഹൃദയത്തിലെ ആ വിശ്വാസത്തെ നശിപ്പിച്ച് കളയുവാനായിട്ടിടയായി. അപ്പോഴവിടെ യോശുവയും കാലേബും മാത്രമാണ് ഇവരെ അടക്കി ഇവരോട് പറയുന്നത്, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, നിങ്ങൾ ഈ കാണുന്നതിൽ വിശ്വസിക്കരുത്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് സാധ്യമാണ് എന്ന് ഈ ജനത്തെ പറഞ്ഞ് ബോധിപ്പിക്കുമ്പോൾ, ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഞാൻ എന്നെ തന്നെ ഈ കാര്യത്തിലൊന്ന് ദൈവസന്നിധിയിലേക്ക് വെച്ച് ഞാനൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ, പലപ്പോഴും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് മാറുമ്പോൾ, നമുക്ക് ഫേവറബിൾ അല്ലാത്ത സിറ്റുവേഷൻസുകൾ നാം കാണുമ്പോൾ നമ്മളൊക്കെ ഗ്രംബിൾ ചെയ്യാറുണ്ട്, നമ്മൾ മർമർ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ കൊരിന്ത്യ സഭയിൽ നോക്കിക്കഴിഞ്ഞാൽ പൗലോസിന്റെ അപ്പോസ്തോലിക് അതോറിറ്റിയെ കുറിച്ച് എഗൻസ്റ്റ് ആയിട്ട് മർമർ ചെയ്യുവാനായിട്ടിടയായി, ലീഡർഷിപ്പിനെതിരായിട്ട് മർമർ ചെയ്യാനായിട്ടിടയായി. ഈ പഴയ നിയമത്തിലെ ആ സംഖ്യാപുസ്തകമൊക്കെ പഠിച്ചു നോക്കുമ്പോൾ ഇവരിതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഫ്രസ്ട്രേഷൻസ് എല്ലാം തീർക്കുന്നത് ആരോടാ? ഈ മോശയോടും യോശുവയോടും ഒക്കെ തീർക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ലീഡർഷിപ്പ് ത്രൂ ഔട്ട് നാം പഠിച്ചു വരുമ്പോൾ, അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രസ്ട്രേഷൻസ്, നമ്മുടെ ഗ്രംപ്ലിംഗ് സ്പിരിറ്റ് പലപ്പോഴും നമ്മുടെ ലീഡർഷിപ്പിനോടോ അല്ലെങ്കിൽ നാം കാണുന്ന നമ്മുടെ ഭവനത്തിലാണെങ്കിലും അവരോടൊക്കെ ആയിരിക്കും നാം പലപ്പോഴും തീർക്കുന്നത്. ഇതും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം വിഗ്രഹത്തിനോട് ഇതെങ്ങനെ റിലേറ്റഡ് ആയിട്ട് തീരുന്നതെന്ന് ചോദിച്ചാൽ, പൗലോസ് പറയാണ് ഇതെല്ലാം ദൈവത്തോടുള്ള അവിശ്വാസവും അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയാത്തതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ കർത്താവിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുവാനായിട്ടിടയാകും. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കുവാനായിട്ട് ഇടയാകും. ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് കാര്യമാണ് ഇവിടെ നാം കാണുന്നത്. 11ാമത്തെ വാക്യം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് ഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് ഭവിച്ചു, എൻഡ് ഓഫ് ഏജസ്, അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. ഇത് നമ്മൾ ഈ എൻഡ് ടൈമിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിലും ഇതൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് നാം ഇവിടെ ഈ വേദഭാഗത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ഇറ്റ്സ് ആപ്ലിക്കേഷൻ സൈഡ്. ഇതെല്ലാം പൗലോസ് എന്തിനാണ് ഈ പഴയ നിയമത്തിലെ ഈ ചരിത്രങ്ങളെല്ലാം വിവരിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പലപ്പോഴും നാം ചിന്തിക്കാറില്ല. കാര്യം രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ നിന്ന് നാം വന്നു കഴിയുമ്പോൾ
നമ്മുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മൾ ആ ഹൈപ്പർ ഗ്രേസിൽ ആണെന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ജീവിതം സൂക്ഷിക്കുന്ന ആ ഒരു വിഷയത്തിൽ നിന്നുള്ള നമ്മുടെ ശ്രദ്ധ മാറി ഇതിനെയൊക്കെ അങ്ങ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലിബർട്ടിയെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിനെയൊക്കെ അങ്ങ് എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അതിന്റെ ഡേഞ്ചറസിനെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് ഭവിച്ചു, ലോക അവസാനം വന്നിരിക്കുന്നു, നമുക്കിത് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. ഈ കാര്യങ്ങളിലൊക്കെ നാം ഒന്ന് വാല്യുവേറ്റ് ചെയ്ത് പഠിക്കണം. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിനകത്ത് വരുമ്പോൾ നമുക്കിപ്പം മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധവും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളോ ഒന്നും അല്ല ഇതിനകത്ത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ വരുന്ന നമ്മുടെ മുമ്പിലുള്ള ചലഞ്ചസ്, നമ്മുടെ മുമ്പിലുള്ള മൗണ്ടൻസ്, നമ്മുടെ മുമ്പിലുള്ള അനാഖ്യമല്ലന്മാര്, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഇതൊന്നും നമ്മളെ കൊണ്ട് കഴിയത്തില്ല, അല്ലെങ്കിൽ ഇതൊന്നും അസാധ്യമായ കാര്യമാണ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട് നാം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും എങ്ങും ഏൽക്കത്തില്ല എന്നൊക്കെയുള്ള പല തരത്തിലുള്ള അവിശ്വാസങ്ങൾ നമ്മുടെ അകത്ത് കയറുകയും നമ്മൾ ഡിസപ്പോയിന്റഡ് ആയി മാറുകയും നമ്മൾ ഈ വേലയിൽ നിന്ന് അങ്ങ് പുറകോട്ട് പോകുവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ലൈഫിൽ ഇത് ആപ്ലിക്കബിൾ ആകുന്നത്. ഇതിനകത്തൊന്നും നാം പതറിപ്പോകരുത്. കർത്താവ് വരും. ആ കർത്താവിലുള്ള പൂർണ്ണ വിശ്വാസത്താൽ നാം മുന്നോട്ട് പോകുക. അസാധ്യങ്ങളെ ദൈവം നമുക്ക് സാധ്യമാക്കി തരും. നമുക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കും. അവൻ നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്, ശക്തനാക്കുന്ന ദൈവമാണ്, ഒരിക്കലും കൈവിടുന്ന ഒരു ദൈവമല്ല. ഈ ഒരു വിശ്വാസത്തിൽ തന്നെ നാം ഉറച്ച് നിൽക്കണം. നാം ദൈവത്തെ പരീക്ഷിക്കുന്നവരായി തീരരുത്. നാം ദൈവത്തിന്റെ സന്നിധിയിൽ ചില മറുപടികൾ, പ്രാർത്ഥനയ്ക്ക് ചില മറുപടികളൊക്കെ കാണാതിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ പിറുപിറുത്തു പോകുന്നത്, ഇതൊക്കെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. 12ാമത്തെ വാക്യം, ഇതാണ് ഇവിടുത്തെ ഒരു കോറായിട്ടുള്ള ഒരു വാക്യം. ഇതാണ് പൗലോസ് ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ ജനത്തോട് ഒരു മെസ്സേജ് ആയിട്ട്, ഒരു ദൂതായിട്ട് പൗലോസ് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം 12ാമത്തെ വാക്യമാണ്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഇതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും മോസ്റ്റ് കോട്ടഡ് വേർഡ് ഈ ചാപ്റ്ററിൽ, അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ് ഈ അധ്യായത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ സെൽഫ് കോൺഫിഡൻസ് നമ്മളെ സ്പിരിച്വലി ഒരു ഡിസാസ്റ്ററിലേക്ക് നയിക്കാറുണ്ട്. പേഴ്സൺ ഹൂ തിങ്സ് ദേ കനോട്ട് ഫോൾ ഈസ് ദ മോസ്റ്റ് വൾണറബിൾ പീപ്പിൾ. ആർക്കെങ്കിലും അവരുടെ ഹൃദയത്തിനകത്ത് ഞാൻ സ്പിരിച്വലി സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ എനിക്ക് സ്പിരിച്വലി എല്ലാം അറിയാം എന്നൊരു ചിന്ത അവരുടെ അകത്ത് കയറിയാൽ അവരെയാണ് ഏറ്റവും പെട്ടെന്ന് പിശാചിന് വീഴ്ത്താനായിട്ട് കഴിയുന്നത്. എന്നാൽ നമ്മുടെ ബലവും നമ്മുടെ ശക്തിയും ദൈവത്തിലാണ്. ആ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ദൈവ പൈതല് അവനെ വീഴാതെ വണ്ണം മഹിമാസനത്തിൽ എത്തിക്കുവാനായിട്ട് നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. അങ്ങനെയുള്ള വ്യക്തികളെയാണ് ദൈവത്തിന് ഒരു കറയും പറ്റാതെ, ഒരു മാലിന്യം ഏശാതെ, വീഴാതെ ദൈവം സൂക്ഷിക്കുന്നത്. പക്ഷെ ആ കൃപയിൽ നിന്ന് നാം വെളിയിൽ പോകുമ്പോൾ, ദൈവത്തിന്റെ കൃപയിലാണ് ഞാൻ നിൽക്കുന്നത്, ആ ഒരു ബോധ്യത്തോടുകൂടെ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ദൈവവൈതല് അവന്റെ ജീവിതത്തിൽ അവനെ നിർത്തുന്ന ഒരു ദൈവമാണ്. പക്ഷെ അതേ സമയം തന്നെ ഇന്ന് കാണുന്ന ഒരു വിഷയം, പലരുടെയും വീഴ്ചയ്ക്ക് വരുള്ള ഒരു വിഷയം, ചെറിയ ചെറിയ സക്സസ്സുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ചെറിയ ചെറിയ വിടുതലുകൾ, ഡെലിവറൻസുകളൊക്കെ നടക്കുമ്പോൾ എന്നാൽ സകലതും കഴിയും, ഞാൻ ചെയ്താൽ ഇതൊക്കെ നടക്കും എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോകുന്ന ഒരു കൂട്ടം. അപ്പൊ അവരാണ് അവരുടെ റൈറ്റിനെ കുറിച്ചും അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ, വലിയ വലിയ വീരവാദങ്ങളൊക്കെ അതിനകത്ത് പറയുമ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള പലരും അധികം നാള് നിന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെയുള്ള പലരും വളരെ ഡേഞ്ചറസ് സോണിലാണ് അവിടെ നിൽക്കുന്നതെന്നുള്ള ഒരു കാര്യമാണ് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് എഴുതുന്നത് ആരാണെന്നുള്ള കാര്യവും നമുക്കറിയാം. ഈ പുതിയ നിയമത്തിൽ എത്രത്തോളം ശക്തമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയും പിൽക്കാലങ്ങളിൽ ദൈവസഭയ്ക്ക്, ദാസന്മാർക്കൊക്കെ തൻ്റെ ലേഖനങ്ങളിലൂടെ അവരെ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ദൈവസഭയ്ക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്ത പൗലോസിന്റെ ഒരു 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 റിക്വസ്റ്റാണ്, പൗലോസിന്റെ ഒരു ആ ജനത്തിന് കൊടുക്കുന്ന ഒരു വെളിച്ചമാണ്. നിങ്ങൾ ഒരിക്കലും നിഗളിച്ചു പോകരുത്,
നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെങ്കിൽ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ വളരെ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഇന്ന് കാണുന്ന പലപ്പോഴും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ നാം കൊണ്ടുവന്നാൽ നമ്മൾ ആരെയും വെല്ലുവിളിക്കാനോ എങ്ങും വലിയ വലിയ വാദങ്ങൾ മുഴക്കാനായിട്ടോ നമ്മൾ ഒരിക്കലും പോകാറില്ല. അപ്പോൾ തന്നെ 13ാമത്തെ വാക്യം അതോടെ പറഞ്ഞ് നമുക്കിന്നിവിടെ മീറ്റിംഗ് നിർത്താം. തുടർന്നുള്ള സമയങ്ങൾ ഡിസ്കഷനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. 13ാമത്തെ വാക്യം ഞാനിവിടെ ഇത് മുഴുവൻ, ഈ അധ്യായം മുഴുവൻ ഇന്ന് തീർക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഞാനിന്ന് 13ാമത്തെ വാക്യത്തിൽ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. 13ാമത്തെ വാക്യം അത് വളരെ ഒരു സത്യമായ ഒരു കാര്യമാണ്. ഒന്ന് വായിക്കാം. 13ാമത്തെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയാക്കും. ഇവിടെ 3 ട്രൂത്ത് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 ഗ്രേറ്റ് ട്രൂത്ത്സ്. ഒന്ന്, നിങ്ങളുടെ ടെംപ്റ്റേഷൻസ് ആർ നോട്ട് യുണീക്ക്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്ന സാഹചര്യം സെയിം ആയിട്ടുള്ളൊരു സാഹചര്യമല്ല. ഓരോരുത്തരെയും ദൈവം കടത്തിവിടുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള ഒരു വിഷയം അനുസരിച്ചേ നിങ്ങൾ അതിന് നേരിട്ടിട്ടുള്ളൂ. അതൊരു വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം കഴിഞ്ഞ ദിവസവും ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. യോബിന്റെ ജീവിതത്തിൽ ദൈവത്തോട് പിശാച് അനുവാദം ചോദിച്ചു യോബിനെ പരീക്ഷിക്കാനായിട്ട്. ദൈവം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, നീ വേലി പൊളിച്ചോ, ഞാൻ വേലി പൊളിച്ചു തരാം, നിനക്ക് അവനെ പരീക്ഷിക്കാം. എൻ്റെ ദാസനായ യോബിനെ കുറിച്ച് വളരെ നല്ല സാക്ഷ്യം ദൈവത്തിനുണ്ടായിരുന്നു. യോബിന്റെ മേളിൽ വലിയൊരു കോൺഫിഡൻസ് ദൈവത്തിനുണ്ടായിരുന്നു. അതേസമയം ക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യനായ പത്രോസിന്റെ കാര്യത്തിൽ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ദൈവം പറഞ്ഞത് പാറ്റാനായിട്ട് പല പ്രാവശ്യം പിശാച് ചോദിച്ചു, പക്ഷെ ഞാൻ അനുമതി കൊടുത്തില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ലൈഫിൽ ദൈവം അനുവദിക്കുന്ന ചില കാര്യങ്ങൾ, അനുവദിക്കുന്ന ടെസ്റ്റുകൾ ഡിഫറെൻ്റ് ആണെന്നുള്ള ഒരു കാര്യം നമ്മളെ വളരെ കംഫർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ മറ്റൊരു സൈഡ് എനിക്ക് മനസ്സിലായത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിടുന്ന പരീക്ഷകളിലെല്ലാം നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയുന്ന പരീക്ഷകളാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ പരീക്ഷകൾ നാം തോറ്റുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയായിരുന്നു, പക്ഷേ നമ്മൾ കെയർലെസ് ആയതുകൊണ്ടും നാം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാഞ്ഞത് കൊണ്ടും, അല്ലെങ്കിൽ നാം ഇന്ന് ജീവിക്കുന്ന നമ്മുടെ സ്റ്റൈലിനൊക്കെ ഒരു മാറ്റം വരുത്തിയെങ്കിൽ ഈ പരീക്ഷകളിലൊക്കെ ജയിക്കാമായിരുന്നു. പരീക്ഷകളെക്കുറിച്ച് പറയുമ്പോൾ പല ചിന്തകൾ എൻ്റെ മനസ്സിനകത്ത് വരുന്നത്, പലപ്പോഴും പലരുടെയും ലൈഫിൽ ഒരേ പരീക്ഷകൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇറ്റ് കുഡ് ബി റോങ്, പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരുപക്ഷെ നാം ആ പരീക്ഷയിൽ ജയിക്കുന്നിടം വരെയും നമുക്ക് കിട്ടുന്ന ഓരോ ചാൻസുകളാണ്. പിന്നെയും അത് റിപ്പീറ്റ് ചെയ്ത് ഒരു വിഷയം തന്നെ വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം, ദൈവം ഈ പരീക്ഷ നമ്മളെ ജയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ്. ഹല്ലേലൂയ. പക്ഷേ ദൈവം നമ്മുടെ ലൈഫിൽ അനുവദിക്കുന്ന ഏത് പരീക്ഷയും നമുക്ക് ജയിക്കുവാൻ കഴിയുന്ന ഒരു പരീക്ഷയാണെന്നുള്ള കാര്യം ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. രണ്ടാമത്തെ ഒരു ഗ്രേറ്റ് ട്രൂത്ത് പറയുന്നു, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, ഹിസ് ക്യാരക്ടർ ഗ്യാരണ്ടീസ് ദ പ്രോമിസ്. അപ്പൊ ദൈവം വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരിക്കലും നമ്മളെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. ദൈവത്തിന്റെ പ്രോമിസസ് എല്ലാം ഊവുന്നത് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയത്തില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ പ്രോമിസ് എല്ലാം അത് വിശ്വസ്തതയുള്ളതാണ്, സത്യമായതാണ്. പത്രോസിനോട് കടലിൽ നടക്കുവാനായിട്ട് പത്രോസ് പെർമിഷൻ ചോദിച്ചപ്പോൾ കർത്താവ് അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്രോസിന് അത് നടക്കുവാനായിട്ട് പൂർണ്ണമായിട്ടും കഴിയും. പക്ഷെ തൻ്റെ അകത്ത് അവിശ്വാസം വന്നപ്പോഴാണ് താൻ താഴ്ന്നു പോകുവാനായിട്ട് ഇടയായത്. പ്രൈസ് ലോർഡ്.
പറഞ്ഞതിന്റെ ഉദ്ദേശം കർത്താവ് ഫെയ്ത്ത്ഫുൾ ആണ്, നമ്മളെ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഏത് സാഹചര്യത്തിലും ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടോ, അത് നമ്മുടെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളോ ഒന്നും ഒരു വിഷയമല്ല. ഈ വിഷയങ്ങളെല്ലാം മാറ്റുവാനായിട്ട് ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈസ് ഫെയ്ത്ത്ഫുൾ. മൂന്നാമത്തെ ഒരു വലിയ സത്യം അവിടെ പറയുന്നത്, എവറി ടെംപ്ടേഷൻ ഹാസ് എ വേ ഔട്ട്. നമുക്ക് പലപ്പോഴും തോന്നും, ഓ ഇതിനകത്ത് എനിക്ക് ഇതാണ് സൊല്യൂഷൻ എന്ന് നമുക്ക് തോന്നുമായിരിക്കാം. പിശാച് പലപ്പോഴും പരീക്ഷകളെയൊക്കെ ഫ്രെയിം ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ അതിനകത്തും ദൈവം ഒരു വഴി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, എബ്രായ ബാലന്മാരോട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങളെ പിടിച്ച് തീയിലിടും, നിങ്ങൾ ഈ തീ കിടന്ന് വെന്തു പോകും, മരിച്ചു പോകും. ഇല്ലെങ്കിൽ എന്തോ ചെയ്യണം, നിങ്ങൾ ഈ രാജാവ് ഉണ്ടാക്കിയ പ്രതിമയുടെ മുമ്പിൽ കുമ്പിടണം. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഞാൻ പറയുന്നത്, പിശാച് പലപ്പോഴും നമ്മളോട് പറയും നിങ്ങൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. എന്നാൽ അതിനകത്തൊരു മൂന്നാമതൊരു ഓപ്ഷൻ ഈ എബ്രായ ബാലന്മാർ കണ്ടു. ദൈവം ഞങ്ങളെ വിടുവിക്കണമെങ്കിൽ, വിടുവിച്ചാലും ഇല്ലേലും ഞങ്ങൾ ഇതിനെ ആരാധിക്കത്തില്ല, പക്ഷേ ഞങ്ങളെ വിടുവിക്കാൻ ശക്തനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങൾ കാണുന്ന 2 ഓപ്ഷൻ അല്ല, അതിനങ്ങേപ്പുറത്തൊരു മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ ദൈവം. അത് തീയിലാണെങ്കിലും സമുദ്രത്തിലാണെങ്കിലും അതിന്റെ നടുവിൽ ഇറങ്ങുന്ന ഒരു ദൈവം, അവനാണ് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ. അതുകൊണ്ട് പിശാച് പറയുന്നതോ നമ്മുടെ ചുറ്റുപാടുകൾ പറയുന്നതോ ഒന്നും നാം വിശ്വസിക്കേണ്ടതായ ഒരു കാര്യമില്ല. വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അപ്പൊ എല്ലാ വിഷയത്തിനകത്തും ഈ ഒരു സൊല്യൂഷൻ അവൻ നമുക്ക് വേണ്ടിയിട്ട് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ സൈഡ്, വി കനോട്ട് ബ്ലെയിം അവർ എൻവയോൺമെന്റ് ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ അവർ ഹിസ്റ്ററി ഫോർ അവർ സിൻ ഓർ പാസ്റ്റ് സിൻ. ഇതൊന്നും നമ്മുടെ ഒരു വിഷയമല്ല. അപ്പൊ കൊരിന്ത്യൻസിന് ഇതൊരു എക്സ്ക്യൂസ് അല്ല. ഐ ഹാവ് ടു ഗോ ത്രൂ ദിസ് ഐഡൽ ഫീസ്റ്റ്, ദർ ഇസ് നോ അതർ വേ. ഇതൊന്നും പറയാനായിട്ട് ഇതൊന്നും ഒരു ഓപ്ഷൻ അല്ല. ഗോഡ് ഓൾവേസ് പ്രൊവൈഡ് ആൻ ഓൾട്ടർനേറ്റീവ്. അപ്പൊ നാം വിശ്വസ്തരായിട്ട് നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചാൽ ദൈവം നമുക്ക് വേണ്ടിയിട്ട് വഴികളെ തുറക്കും. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പറഞ്ഞ പല ഉദാഹരണങ്ങളിൽ പഴയ നിയമത്തിൽ തൊട്ടുകൊണ്ടിരുന്ന പല ഉദാഹരണങ്ങൾ ഇസ്രായേലിന്റെ ജീവിതത്തിൽ അവർ കോംപ്രമൈസ് ചെയ്തപ്പോൾ, അവര് കെയർലെസ് ആയിട്ട് ദൈവസന്നിധിയിൽ പല മണ്ടത്തരങ്ങളും ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിലൊക്കെ അതിന്റെ കോൺസിക്വൻസസ് അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഇതെല്ലാം നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് പിന്നെയും പുതിയ നിയമസഭയെ ഇതെല്ലാം ഓർമ്മിപ്പിച്ച് പൗലോസ് ഉണർത്തുന്നതിന്റെ കാരണം, ഇങ്ങനെയുള്ള അപകടങ്ങളിലൊന്നും നിങ്ങൾ പോയി പെട്ടുപോകരുത്. നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിലൊരിക്കലും നിഗളിക്കരുത്. നിങ്ങൾ ആരെങ്കിലും നിൽക്കുന്നു എന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങൾക്കറിയാം 8ാമത്തെ അധ്യായത്തിൽ നാം കണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട്. ചിലരൊക്കെ പറയുന്നു, ഞങ്ങൾക്ക് അറിവുള്ളത് കൊണ്ട് ഇതൊന്നും കഴിച്ചാൽ ഒരു പ്രശ്നമില്ല, വിഗ്രഹം ഏതുമില്ല എന്നുള്ളൊരു അറിവ് ഞങ്ങളുടെ അകത്തുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് അവർ ചിന്തിച്ചു. എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ടാണ് പൗലോസ് ഇവിടെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ജീവിതം നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് കഴിക്കേണ്ട ഒന്നാണ്. നിങ്ങൾക്ക് പലതിലും സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിചാരിച്ച് പലതും ബെനിഫിറ്റഡ് അല്ല, പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ കൊണ്ടുവരത്തില്ല. നിങ്ങൾ ആ കാര്യത്തിലൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കണം. അവസാനമായിട്ട് നാം കേട്ടതുപോലെ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നമുക്ക് ആർക്കും നേരിട്ടിട്ടില്ല. നമ്മുടെ എല്ലാ ടെംപ്ടേഷൻസും നമുക്ക് ജയിക്കാൻ കഴിയുന്നതേ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ളൂ. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഈ വിഷയങ്ങൾ വരുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമുക്കതിനകത്തൊരു പോക്കുവരവ് ദൈവം ഉണ്ടാക്കി, ദൈവം അതിനകത്തൊരു മറ്റൊരു സൊല്യൂഷൻ നമുക്ക് നൽകുന്ന ഒരു ദൈവമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.